ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ സൗദിയിൽ വന്നാൽ എല്ലാവർക്കും അറിയാം ഇതുപോലത്തെ ഒരു ഷോപ്പ് ഉണ്ടാവും, റസ്ദാൻ മാൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. 5 റിയാൽ 10 റിയാൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. കാരണം അവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഈ കുട്ടികൾക്കുള്ള സ്റ്റേഷനറീസ് ആണെങ്കിലും ഇങ്ങനെ ഓർണമെൻറ്റ്സ് ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റും. അതേപോലെ ഹെയർ ക്ലിപ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അതേപോലെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളും ആ ഷോപ്പിലുണ്ട്. അതൊന്നും നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ അടുത്താണെങ്കിൽ ഇങ്ങനത്തെ 2-3 ഷോപ്പുണ്ട്. ഞങ്ങൾ 3 ഷോപ്പും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാത്ത ഷോപ്പുകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാം എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഷോപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ എഴുതിയത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്യാനില്ല. ഇവിടേക്ക് ഞങ്ങൾക്ക് റൂമൊക്കെയുള്ളൊരു മുറം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് വേറൊരു ഷോപ്പും കൂടി കയറാനുണ്ടായിരുന്നു. കാര്യമായിട്ട് ഉമ്മാക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ വെറൈറ്റി ആയിട്ടൊരു പാത്രം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് തോന്നുന്നത് ഈ ഒട്ടകത്തിനെയൊക്കെ പുഴുങ്ങിയിട്ട് വെക്കൂലേ, ചോറും അതേപോലെ എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കണേ, അങ്ങനത്തെ ഒരു സംഭവമാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹെയർ ക്ലിപ്സൊക്കെ വാങ്ങണ ആ ഒരു സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറേ അധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നെക്ക് ചെയിനും ഹെയർ ക്ലിപ്സൊക്കെയാണ് കൂടുതലായിട്ടും വാങ്ങിയിട്ടുള്ളത്. നാട്ടിൽ ചെന്നാൽ ഇഷ്ടംപോലെ കുട്ടികളുണ്ടാവും, ഇളയപ്പാരെയും മൂത്താപ്പാരെയൊക്കെ. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് അതൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാനും കുറേ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലേഡീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ കോസ്മെറ്റിക്സ് എന്ന് പറയണത് അല്ലേ. ഇത് നല്ല രസമുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വാങ്ങിക്കാനൊരു താല്പര്യക്കുറവുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ബ്രാൻഡും കാര്യങ്ങളൊന്നും നാട്ടിലത്തതല്ല. നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തത് കാരണം എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു നൈൽസ് ഉണ്ടായിരുന്നു അവിടെ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം എനിക്കതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റേഷനറി ഐറ്റംസൊക്കെ നമുക്ക് കുറഞ്ഞ റേറ്റിനൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതേപോലെ ഹെയർ ക്ലിപ്സൊക്കെ കുറഞ്ഞ റേറ്റ് എന്നല്ല, ഒരു 200-250 ഒക്കെയാണ് സ്റ്റാർട്ടിങ് വരിക. അതല്ലെങ്കിൽ 150 ഇതിൽ നിന്നാണ് സ്റ്റാർട്ടിങ്ങിന് വരിക കേട്ടോ. നാട്ടിലത്തെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ പറയുമ്പോൾ നമ്മൾ 5 റിയാൽ അല്ലെങ്കിൽ 6 റിയാൽ അത്രയൊക്കെ ഉള്ളൂ പറയും. പക്ഷെ അങ്ങനെയല്ല, മൂല്യം കൂടുതലാണ് ഇപ്പോൾ സൗദി റിയാലിന്. സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാൻ ഇവൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു നിച്ചുവിൻ്റെ. കാരണം ഇതിൻ്റെ മേളിലായിട്ട് കുട്ടികളൊരു ചെറിയൊരു പാർക്കുണ്ട്, അവിടെ കൊണ്ടാക്കിയതായിരുന്നു കേട്ടോ. പിന്നെ വലിയൊരു കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് അവിടെ കൊണ്ടുവന്നാക്കാം. അപ്പം നമ്മൾ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യില്ല കേട്ടോ അവർ. അങ്ങനെ അവിടുന്ന് നമ്മളതൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാച്ചിൻ്റെ കയ്യിലായിരുന്നു പൈസ ഉണ്ടായിരുന്നത്. അപ്പം ഉമ്മാനെ ബില്ലിങ് സെക്ഷനിലാക്കിയിട്ട് ഞാൻ ഇവരെ വിളിക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു തക്കത്തിൽ ഞാൻ ഈ മേലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ നേരത്തെ അത് ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്ത് ഏറ്റവും കൂടുതലും ടോയ്സ് ആണ് കേട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ കുറച്ചധികം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഭാഗമാണ് ഡ്രസ്സിങ് സെക്ഷൻ എന്ന് പറയുന്നത്. അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാനും കുറച്ച് ടീഷർട്ട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ. അതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഷോക്സാണ്. അവിടുന്ന് ഞാൻ ഇച്ചുകളൊരു ഷോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു ഷാളിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്ന് വാങ്ങിക്കണം എന്നുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കി. ഇതിൻ്റെ പിന്നെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ രണ്ടാം നിലയിൽ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഹോം ഡെക്കോഴ്സാണ്. നമുക്കിപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് അവിടെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഇവിടുത്തെ ഇങ്ങനെ കണ്ണിന്ന് പോകും കേട്ടോ. അങ്ങനത്തെ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെയൊക്കെ. ഈ മിറേഴ്സൊക്കെ കണ്ടില്ലേ,
ഇതിന് ആപ്റ്റായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒന്നും ഞാൻ പോയി നോക്കിയില്ലായിരുന്നു. പിന്നെ ഞാൻ വേഗം താഴെ വന്ന് പിന്നെ ഞാൻ ഈ സ്റ്റൗ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നാട്ടിലേക്കൊന്ന് കൊണ്ടുപോയാലോ എന്നുള്ളത്. പിന്നെ പാപ്പ പറഞ്ഞതൊരു തകരാണ്, ചിലപ്പോൾ ഇനി തുരുമ്പ് പിടിക്കാവോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്നെ അറിയില്ല നമുക്ക് അതിനെ പറ്റി. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഇവിടെ നീറ്റി പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ അതെടുത്തില്ല. പിന്നെ അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ചേരധികം അങ്ങനെ നടന്നു കേട്ടോ. അതേമാതിരി ഈ സിംഗിൾ സ്റ്റൗ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്റ്റൗ ആണ്. കാരണം എന്തോ എനിക്കിഷ്ടമാണത്. പിന്നെ ഒരു പേസ്റ്റൽ കളറൊക്കെ ആണെങ്കിൽ ഞാൻ വാങ്ങിക്കണം എന്ന് കരുതുന്നുണ്ടായിരുന്നു. ഫുഡ് ബ്ലോഗൊക്കെ ചെയ്യുമ്പം അതിനൊന്നും കൂടി യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കണേ. അപ്പോൾ അങ്ങനെ ഞാൻ ആമസോണിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റേറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിന്. അങ്ങനെ അവിടുത്തെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾക്ക് പുതപ്പ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു മലയാളികളുടെ ഷോപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളിതിന് മുന്നേ ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങളൊരു 2-3 ഐറ്റം പുതപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. ഇനിയും സാധനങ്ങൾ വാങ്ങാനുണ്ട്. അത് പയ്യെ പയ്യെ നമ്മൾ ഇടയ്ക്കൊക്കെ പോയി ഇതുപോലെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി മിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ കയറി ഞങ്ങൾ മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഈ ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചാനലിൽ കാണുന്ന പുതിയ വ്യൂവേഴ്സ് അഥവാ നമ്മൾ ഹോമിലൊക്കെ നമ്മൾ വീഡിയോസ് ഇങ്ങനെ വരുമ്പം നിങ്ങൾ അറിയാതെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നമ്മളെ സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ.